ഗൈസ് ഇന്ന് നേരെ ഇരിഞ്ഞാൽ പോണത് ഞാനും അമ്മ കൂടെയാണ്. മറ്റൊന്നിനുമല്ല, വെറുതെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അമ്മൂന്റെയാണ് ഗൈസ് ഷോപ്പിംഗ്. ഇവക്കാണ് കേട്ടോ ഒന്നും പിടിക്കത്തുമില്ല, ബാക്കിയുള്ളവരെ പ്രാന്ത് പിടിപ്പിക്കുകയും ചെയ്യും. ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ബസ് എന്ന് പറഞ്ഞ സാധനം കാണാൻ കുറച്ച് അതുകൊണ്ട് തന്നെ 2-2.5 മണിക്കൂർ ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ബോറടിക്കില്ല ഗൈസ്. കാണുന്നവരെയും പോകുന്നവരെയും ഒക്കെ പറ്റിയാണ് കുറ്റം പറയും ഗൈസ്. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ്, അല്ലാണ്ട് ജീവിതം വൻ ഷോകായിരിക്കും ഗൈസ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളെ ബസ് വന്ന് ഗൈസ്. ഞങ്ങൾ പിന്നെയും തുടങ്ങി ഏത് പരദൂഷണം. അതായത് ഈ കുട്ടിയായിരുന്നു ഗൈസ്. ഈ കുട്ടിന്റെ കവളിലൊരു പ്രത്യേക ചന്ദനക്കുറി. എന്താ കവളിലും ചന്ദനക്കുറി അറിയുന്ന ഒരു കമന്റ് ബിലോ ഗൈസ്. പരദൂഷണൊക്കെ പറഞ്ഞു പോകും. ബസ് വേറെ ഇങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾക്ക് പോകേണ്ടത് ഇങ്ങോട്ടും, ബസ് അങ്ങോട്ടുമാണ് ഗൈസ് പോയത്. അങ്ങനെ വലിയൊരു ടെൻഷൻ അടിച്ചിട്ട് അവസാനം ഇരിഞ്ഞാലക്കുടി എത്തി ഗൈസ്. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇവക്ക് പിന്നെ വികാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തു വിടില്ല. ആദ്യം തന്നെ ഞങ്ങൾ കയറി ട്രെൻസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവക്കൊന്നും പിടിക്കില്ല. ഇവളെ സൈസിന് പറ്റിയൊന്നും ഇവക്ക് പിടിക്കുന്നതാണെങ്കിൽ ഇവളെക്കാട്ടും വലിയ സൈസ്. ഓളോ ഡോക്ടറുകൾ ഇഷ്ടമുള്ള എടുത്തോന്ന് പറഞ്ഞു ഞാൻ നൈസായിട്ട് സൂട്ടായി. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ സാധനമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും നോക്ക് പിടിക്കത്തില്ല. അതാണെങ്കിൽ ഓളെ മൊത്തത്തിൽ മുണുങ്ങാനും. കണ്ണാടി കണ്ടാൽ നമ്മൾ വെറുതെ വിടരുത് ഗൈസ്. എനിക്ക് അപ്പം ഫോട്ടോ എടുക്കണം. ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടി നോക്കിയതല്ല. ഇവളോരോ സൈസ് എടുക്കും, ഞാനത് ട്രൈ ചെയ്യും. എങ്ങനെ വൈബ് തന്നെ. ട്രെൻസിൽ 2 പ്രാവശ്യം ഞങ്ങൾ കയറി. 2 പ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല. വെറുതെ ഇങ്ങനെ ഉണ്ട്. അവസാനം 2 പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. അതിനെയും കളിപ്പിച്ച് കുറച്ച് അവിടെ നിന്ന്. ഒന്നും വാങ്ങിയിട്ടില്ല എന്നല്ല, വാങ്ങിയിട്ടുണ്ട്. അതും മനസ്സിൽ വിചാരിക്കാത്ത സാധനങ്ങൾ. ഇത് നിഷിതാക്ക് വാങ്ങിയ കമ്മൽ. എന്തായാലും ഇന്നത്തെ പോക്കൊണ്ടൊന്നും അതുകൊണ്ട് തന്നെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ബൈ.